സോ റൂൾ എന്താ ഫെല്ലൻ്റെ ഇതിൽ ഫെല്ല പറയും. ഈ മൊയ്തെന്ത് ഇങ്ങനെ നിൽക്കണേ ദേഷ്യം പിടിക്കണ ഫെല്ല. 3 തുടങ്ങിയിട്ടില്ല. എങ്ങോട്ടേ തുടങ്ങിയിട്ടില്ല. ഞാൻ ഒന്ന് ശ്വാസം പിടിച്ച് തുടങ്ങി. അപ്പൊ കച്ചറ ഉണ്ടാവരുന്നിട്ടാ. ഓക്കെ ഗൈസ്, ഇപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഫെല്ല, നമ്മൾ എന്താ ചെയ്യാൻ പോണേ? പാനിപൂരി ഈറ്റിംഗ് ചാലഞ്ച് ആണ് നമ്മൾ രണ്ടാളും ചെയ്യാൻ പോകുന്നത്. കുറേ കാലമായി നമുക്കൊരു വ്ളോഗ് ചെയ്യണമെന്ന് പുതിയായിട്ടില്ല ഫെല്ല. ആൻഡ് അതിനൊരു അവസരം ഒത്തു വന്നത് ഇപ്പോഴാണ്. ആൻഡ് ഞങ്ങൾ രണ്ടാളും കുറേ കാലം ഇങ്ങനെ ഓരോ വ്ളോഗ് ചെയ്യണ കാണുമ്പോൾ നമുക്കൊരു പൂതി ഉണ്ടായിരുന്നില്ല ഫെല്ല, ഒരു വ്ളോഗ് ചെയ്യണം, ഒരു ഈറ്റിംഗ് ചാലഞ്ച്. സ്പെഷ്യലി ഞാനും ഫെല്ലയും നല്ല ഫുഡിയാണ്, അതുകൊണ്ട് നമുക്ക് പാനിപൂരി ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ ഈ ചാലഞ്ച് എന്തായാലും കുറേ കാലമായി ചെയ്യണമെന്ന് വിചാരിച്ചു. ഞാനും ഫെല്ലയും എന്നും ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, എന്താണ് ഞങ്ങൾക്ക് ചെയ്യണോ, ഞാൻ ജയിക്കും ഓള് ജയിക്കും. കാരണം ഞങ്ങൾ രണ്ടാളും കെട്ടാണ് ഫുഡിൻ്റെ കാര്യത്തിൽ, അതല്ല. അപ്പം എന്തായിരിക്കും ചാലഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടേ? എനിക്കറിയാം ഈ ചാലഞ്ചൊക്കെ നിങ്ങൾ കുറേ കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇത് ഭയങ്കര കോമൺ ചാലഞ്ചാണ്. സോ റൂള് ഞാൻ പറഞ്ഞുതരാം, അത് തെറ്റിക്കാൻ പറ്റൂല കേട്ടോ. പിന്നെ കളിൻ്റെ ഇടയിൽ പറയരുത് എനിക്ക് അങ്ങനെ ചെയ്യണം. ഓക്കെ? അപ്പൊ ഫെല്ല, ഈ പാനിപൂരി ചാലഞ്ചാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ റൂളൊന്ന് പറഞ്ഞു കൊടുക്കുക. സോക്ക് തിന്നണേല് മാത്രം ഇൻട്രസ്റ്റ് ഉള്ളൂ. മെയിൻ പാനിപൂരി ചാലഞ്ച് എന്തോ ആയിക്കോട്ടെ, ഒരു വിഷയമല്ല. പക്ഷെ അത് പാനിപൂരി തിന്നാൻ കിട്ടുമല്ലോ, അതിനുള്ള ഇൻട്രസ്റ്റ് ആണ്. സോ റൂള് ഞാൻ തന്നെ പറഞ്ഞുതരാം. പാനിപൂരി ഈറ്റിംഗ് ചാലഞ്ചിൽ 2 റൗണ്ടാണ്. ഒരു വെറൈറ്റിയാണ് ഫസ്റ്റ് റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പല്ലവി പാടും കേട്ടോ. ഞാൻ പല്ലവി പാടും ഒരു പാട്ടിന്റെ. ആ പല്ലവി പാടുന്ന സമയം കൊണ്ട് എന്ത് ചെയ്യണം? ഈ പാനിപൂരി തിന്നണം. ഈ പാനിപൂരി തിന്നണം. അതേപോലെ തന്നെ ഈ പല്ലവി പാടുമ്പോൾ, ഒരു പാട്ടിന്റെ ഇത് പാടുമ്പോൾ, ഏത് പാട്ടായാലും പ്രശ്നം, എനിക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. അപ്പൊ അത് അവള് പാട്ട് പാടുന്ന സമയത്ത് ഞാനും പാനിപൂരി തിന്നു. എന്നിട്ട് ഈ 2 റൗണ്ട് കൂടി നോക്കിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആരാണ് പാനിപൂരി തിന്നണത് ഓരായിരിക്കും ഈ ചാലഞ്ചിൽ വിജയിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു തരുന്നതിനെക്കാട്ടി നിങ്ങൾക്ക് ചാലഞ്ച് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലെവല എന്താ അമ്മയെ സമ്മാനം ഡയറി മിൽക്ക് ആണ്. എത്രയുണ്ട്? അങ്ങനൊന്നുമില്ല. 2 ഉണ്ടാവോ? തോറ്റവർക്ക് ഒന്നും ഉണ്ടാവില്ല. എന്താ തോറ്റവർക്കില്ല, ജയിച്ച ആളതിന് പകുതി കൊടുക്കുക. തോറ്റവർക്ക് ഒന്നും കൊടുക്കൂലേ? ജയിച്ചാൽ ഞാൻ തരൂല കേട്ടോ ഫെല്ല. എനിക്കല്ലല്ലോ, ഞാനല്ല ജയിക്കാൻ പോണേ. ഓക്കെ, സോ ഗായ്സ്, നമ്മളെ ചാലഞ്ചിലേക്ക് പോകാൻ കേട്ടോ. ഫസ്റ്റ് ഞാനാണ് തിന്നാൻ പോണേ ആൻഡ് ഫെല്ലാണ് പാടാൻ പോണേ. ഫെല്ല, ഏതാ പാട്ട്? ഒരു മിനിറ്റ്, ഞാൻ റെഡി ആയിട്ടില്ല. പിന്നെ ഒരു കാര്യം, ഈ ചട്നി എന്തായാലും കൂട്ടണേ, അല്ലാതെ വേഗം ഈ പൂരി അങ്ങോട്ട് അതിൽ മുക്കിങ്ങാണ്ട് തിന്നണ പരിപാടി നടക്കൂല. രണ്ടാളും ഈക്വലി ചെയ്യണം കേട്ടോ. അത് കച്ചറ കളിയാണ്. അപ്പൊ ഞാൻ കളി നിർത്തും, ഒന്നും കൂടി എക്സ്ട്രാ തീറ്റിപ്പിക്കും. ഓക്കെ, റെഡി? ये रातें ये मौसम नदी का किनारा ये चंचल हवा ये रातें ये मौसम नदी का किनारा ये चंचल हवा कहाँ दो दिलों ने कि मिलकर कभी हम न होंगे जुदा ये रातें ये मौसम नदी का किनारा चंचल हवा. സോ ഗൈസ്, ഫെല്ലിന്റെ ഫസ്റ്റ് പാട്ടിന്റെ പല്ലവി കഴിഞ്ഞിട്ടോ. അപ്പൊ നമ്മളൊരു ചെറിയ ചേഞ്ച് വരുത്താണ്. ഈ പല്ലവി മാത്രം പാടിയിട്ടും 3 തിന്നാൻ കഴിയുള്ളൂ. ഇത് തിന്നാൻ കഴിയില്ല. 4ാമത്തെ ഞാൻ പോകുമ്പോ ഒത്തിരി പോയി നിർത്തി. സോ കുറച്ചും കൂടി തിന്നാണെങ്കിൽ പല്ലവി എത്ര ഏതാ പറഞ്ഞാൽ എനിക്കറിയാം. ഞാൻ കൂടുതൽ തിന്നാതിരിക്കാൻ ചെറിയ പാട്ട് സെലക്ട് ചെയ്തല്ലേ, ഒരു ചെറിയ പാട്ട് കരുതി കൂടി സെലക്ട് ചെയ്താണ് എനിക്ക് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ഞാനൊരു ചെറിയ ചേഞ്ച് വരുത്താണ്. പല്ലവി അനുപല്ലവിയിൽ പാടണം കേട്ടോ ഫെല്ല, എന്നാലേ മനുഷ്യന്മാർക്ക് തിന്നാൻ കഴിയുള്ളൂ. ഇനി എൻ്റെ പാട്ടിന് ഞാൻ പല്ലവി മാത്രം ഒരു പാട്ട് പാടുള്ളൂ, മറ്റേ പല്ലവി അനുപല്ലവി അങ്ങനെ ഇരിക്കും കേട്ടോ. ഈക്വലായിട്ട് പോവാം. സോ ഫെല്ല കുറച്ചൊരു സാധാപത്തോടെ കുറച്ച് നല്ല രീതിയിൽ എനിക്ക് തിന്നണ്ടേ, തിന്നാ ഈ ഗ്യാപ്പ് തരുന്നില്ല. ഓക്കെ, जान तुम्हें देंगे दगा नहीं करेंगे सनम हो रब
എണ്ണുണ്ട് ഇനി ഇത്ര എണ്ണ ഇനി ബാക്കി ഇതാണുള്ളൂ. 5 എണ്ണം 15 എണ്ണം തിന്നേ 5, 6 6 ബാക്കി. പതിനാലെണ്ണം. Successfully. 14 എണ്ണം ഇനിമേ ഞാൻ തോറ്റിട്ടോ. ഓക്കെ നീ ചുമ്മാ പാട്ടെ. ഗൈസ് ഇന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ് 6 മാത്രമേ ഞാൻ ഈ പ്ലേറ്റിൽ ബാക്കി വെച്ചിട്ടുള്ളൂ. അതിന് എൻ്റെ ഒരു വിശ്വാസം പല്ലത് തീർക്കൂല എന്നാണ്. പല്ലക്ക് ഇന്റെ അത്ര കപ്പാസിറ്റി ഒന്നും ഉണ്ടാവൂല. ഞാൻ അറിയില്ല, പാനിപൂരി ആയതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്, ഓള് തിന്നൂടായില്ല. അപ്പൊ ഫെല്ല റെഡിയാണോ? ഞാൻ പാടാൻ പോണ പാട്ട് ചെയ്ത് അറിയോ? ഈ എനിക്ക് പണി തന്നപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് 4 വരെയുള്ള പാട്ടാണ് പാടുന്നത്. ഒരു മലയാളം സോങ് ആണ് കേട്ടോ. ഒരു റെഡിയാണോ? 1, 2, 3. തുടങ്ങിയിട്ടില്ല. എന്നിട്ട് തുടങ്ങിയിട്ടില്ല. ഞാൻ ഒന്ന് ശ്വാസം പിടിച്ച് തുടങ്ങിയിട്ടേ. കെട്ടിയ 1, 2, 3 സ്റ്റാർട്ട്. മാനപ്രേമത്തിലെ മൺകൂടാണത്തിലെ മേയും ലൈല. നിക്ക് ഞാൻ പാടിയില്ല, തുടങ്ങിയിട്ടില്ല. മേയും ലൈല പാടാൻ കഴിയില്ല. മേയും ലൈല മായ മായ ലോകത്തല്ലോ ലീല, മായ മായ ലോകത്തല്ലോ ലീല, മാനപ്രേമത്തിലെ മൺകൂടാണത്തിലെ മേയും ലൈല, മായ മായ ലോകത്തല്ലോ ലീല. മായ മായ ലോകത്തല്ലോ ലീല. ഇത് ഞാൻ പൊട്ടി. അടുത്ത റൗണ്ട് നോക്കി ഇഷ്ടംപോലെ സമയമുള്ള പാട്ടാണ് ഇത്. മിക്കവാറും എന്റെ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ആണ് ഞാൻ കണ്ടത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, ചാലഞ്ച് ഇനി തുടങ്ങാൻ പോകണുള്ളൂ. അപ്പൊ ഫസ്റ്റ് റൗണ്ട് ഓളത് കഴിഞ്ഞ് ഓള് എന്തായാലും നല്ലൊരു വെട്ടിക്കലാണ് വെട്ടിച്ച്. നല്ല സുഖമുള്ള പാട്ട്, കുറച്ച് സമയം ഉണ്ടാവും. അപ്പൊ മെല്ലെ തിന്നാ മതി. ഓക്കെ അപ്പൊ അടുത്തതായിട്ട് ഞാൻ ഒരു ഡോൺ എന്ന ഫിലിമിലെ ഒരു നല്ല അടിപൊളി പാട്ടാണ് പാടാൻ പോകുന്നത്. ഫെല്ല റെഡി? ഓക്കെ 1 റെഡിയാണോ? 1, 2, 3 स्टार्ट. अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ डॉन. अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ कौन. मैं हूँ कौन, मैं हूँ कौन, मैं हूँ डॉन. डॉन 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 डॉन. अरे तुमने जो देखा है, सोचा है, समझा है, जाना है, वो मैं नहीं, वो मैं नहीं. अरे लोगों की नजरों ने मुझको यहाँ जो भी माना है, वो मैं नहीं, वो मैं नहीं. आवारा बादल को सौदाई पागल को दुनिया में समझा है कौन. अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ डॉन. കഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല. ഫസ്റ്റ് റൗണ്ടാണ്. സാരില്ല, ഇതിലൊരു എനിക്ക് രണ്ടാമത്തെ റൗണ്ട് ഉണ്ട്. അതിൽ ഞാൻ പിടിക്കും. അതില് പിടിച്ചു കഴിഞ്ഞാല് പിന്നെ മുട്ടായി 2 ഷെയർ ആണ് കേട്ടോ. അല്ല അപ്പൊ കച്ചറ ഉണ്ടാവരുതിട്ടാ. ഓക്കെ ഗൈസ്, ഇപ്പൊ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോവാം. സോ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ റൗണ്ടിലേക്കാണ് എല്ലാം പോണത്. ഈ രണ്ടാമത്തെ റൗണ്ടില് വെറും 3 മിനിറ്റ് ഉണ്ടാവുള്ളൂ നമുക്ക്. ഈ 3 മിനിറ്റിനുള്ളിൽ എത്ര ഈ പ്ലേറ്റിലുള്ള കാര്യമാക്കാൻ പറ്റുമെങ്കിൽ കാര്യമാക്കാൻ, അല്ലെങ്കിൽ മാക്സിമം തിന്നുള്ളത് ജയിക്കും. ആൻഡ് ഇതിൽ ടൈമിംഗ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഹോപ്പാണ്.
പിന്നെ രണ്ടാൾ കഴിച്ചു കഴിഞ്ഞാൽ ആരാണ് ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഓരാണ്. അതന്നെ ആരെ ഫസ്റ്റ് കഴിച്ചിന് ഓരാണ് വിജയിക്കുക. ഗൈസിന്റെ ലാസ്റ്റ് ഒപ്പാണ്. ഞാൻ ഇതിലും കൂടി തോറ്റാ പിന്നെ എനിക്ക് നിങ്ങളെ വീഡിയോയിൽ പ്രശ്നമില്ല, 2 ആഴ്ചത്തേക്ക് ഇവിടെ കളിയാക്കൾ സഹിക്കേണ്ടി വരും ഗൈസ്. അത് എനിക്ക് താങ്ങൂല. സോ ഈക്വൽ ആവാനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. സോ ഗൈസ് 3 മിനിറ്റിലാണ് നമ്മൾ ഈ ഇത് പാനിപ്പൂരി ചലഞ്ച് രണ്ടാമത്തെ റൗണ്ട് എടുക്കാൻ പോകുന്നത്. സോ റൗണ്ടിലേക്ക് പോയാലോ? അപ്പോൾ ടൈമർ വെക്കാൻ പോകണം കേട്ടോ ഞാൻ. ടൈമർ ഓവറാക്കി ന്യൂ ഒന്നല്ലേ ഗൈസ്, 7+ ആണ് കേട്ടോ ടൈമർ. ഇതിലെങ്ങനെ ടൈമറൊക്കെ വരില്ല? സ്റ്റോപ്പ് വാച്ച് ആയിട്ടില്ലേ? അപ്പൊ സ്റ്റാർട്ട് നിൽക്കിയാല് ആദ്യം ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, രണ്ടാളും ഒരുമിച്ചാണ്. ഇതിൽ ആരെ ഫസ്റ്റ് തീർക്കണോ ഓര് ജയിച്ച്. 3, 2, 1 ഞാൻ തുടങ്ങാൻ പോണേ. 3, 2, 1 സ്റ്റാർട്ട്. രണ്ടായി ജയിച്ചു. അപ്പൊ ഗൈസ് ഇവിടെ ഈക്വലായി. അപ്പൊ 2 അപ്പൊ ഈ ജയിച്ചൊരു സന്തോഷത്തിനും ഒരു പാട്ട് പാടിയില്ല. അപ്പൊ ഞങ്ങൾ ഈ ജയിച്ച സന്തോഷത്തില് പിന്നെ വേറൊരു കാര്യം കൂടി, ഇന്ത്യ ഇപ്പൊ ജയിച്ചിരിക്കല്ല. അപ്പൊ ഇന്ത്യക്ക് വേൾഡ് കപ്പിൽ ജയം നേടിയത്. അപ്പൊ ചക്കതേ ഇന്ത്യ എന്നുള്ള സോങ് പാടണം. ഞങ്ങളെ വിജയവും ഇന്ത്യന്റെ വിജയം കൂടി കൊളാൻ ചെയ്തിട്ടൊരു പാട്ട് പാടാം. ഓക്കെ. कोई तो चल जिद पड़िए तू बदरिए या मरिए, है कोई तो चल जिद पड़िए तू बदरिए या मरिए, चक दे ओ चक दे इंडिया, चक दे ओ चक दे इंडिया, चक दे ओ चक दे इंडिया, चक दे ओ चक दे इंडिया. അപ്പോൾ ഗൈസ് നമ്മളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആൻഡ് ഇത് ഫസ്റ്റ് വ്ളോഗ്, നമ്മൾ സ്റ്റാർട്ടിങ് വ്ളോഗാണ്. ആൻഡ് ഇനിയും ഇങ്ങനെ കുറേ വ്ളോഗ്സ് നമ്മൾ ഇറക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ആരും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത്. ആൻഡ് ഇനിയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ആൻഡ് ബൈ ഗൈസ്. ആൻഡ് ഇറ്റ്സ് മീ യുംന അജൻ ആൻഡ്